ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ പുറപ്പെട മേൽശാന്തിയായി പത്തനംതിട്ട കൊടുമൺ സ്വദേശി എസ് രമേശൻ പോറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ കൊടുമൺ വൈകണ്ഠപുരം മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. നറുക്കെടുപ്പിന് തെരഞ്ഞെടുക്കപ്പെട്ട 5 പേരിൽ നിന്നാണ് രമേശൻ പോറ്റിയെ തിരഞ്ഞെടുത്തത്. ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ പുറപ്പെട മേൽശാന്തിയായാണ് കൊടുമൺ ശാന്തിമഠത്തിൽ എസ് രമേശൻ പോറ്റി തെരഞ്ഞെടുക്കപ്പെട്ടത്. ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്കു ശേഷം നടന്ന നറുക്കെടുപ്പിൽ പത്തിയൂർ ഭഗവതിപ്പടിക്കൽ തറയിൽ കെ സുകുമാരൻ നായർ, ജിഷ എസ് നായർ ദമ്പതികളുടെ മകൾ വൈഷ്ണവി ജെ നായരാണ് നറുക്കെടുത്തത്. നറുക്കെടുപ്പിന് ക്ഷേത്രതന്ത്രി പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ ജയറാം പരമേശ്വരൻ, അസിസ്റ്റന്റ് കമ്മീഷണർ ആർ രേവതി, ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി ആർ മീര, ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടുക്കണ്ടല്ലോ, എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ. ഇങ്ങോട്ടൊന്ന് കാണിക്കണേ സാർ, അത് ഇങ്ങോട്ടൊന്ന്. രണ്ടാം തവണയാണ് രമേശൻ പോറ്റി ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലേക്ക് മേൽശാന്തി പദത്തിലേക്ക് അപേക്ഷ നൽകിയത്. 2022 പട്ടികയിൽ വന്നിരുന്നു, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടില്ല. 1 മാസത്തിന് ശേഷം ആറന്മുള മേൽശാന്തിയായി. പിന്നീട് ഇത്തവണയാണ് അപേക്ഷ നൽകിയത്. കൊടുമൺ ശാന്തിമഠത്തിൽ പരേതനായ ശങ്കരൻ പോറ്റി സുഭദ്ര അന്തർജനത്തിന്റെ മകനാണ് എസ് രമേശൻ പോറ്റി. നൂറനാട് മായാഭവനത്തിൽ മായാകൃഷ്ണനാണ് ഭാര്യ. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.